وصلي وسلم على المبعوث رحمة للعالمين محمد بن عبد الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറത്ത് മുഹമ്മദ് 24-ാമത്തെ أعوذ بالله من الشيطان الرجيم أفلا يتدبرون القرآن أم على قلوب തൻവീൻ പിന്നെ ഹംസ പൊട്ടും കൂടി ഉന്നത്ത് വേണ്ട ഖുലൂബിൻ അഖ്ഫാലുഹ أفلا يتدبرون القرآن أم على قلوب أقفالها അഫല യതദബ്ബറൂൻ, അവരെന്താണ് ഉറ്റാലോചിക്കാത്തത്, ആഴത്തിൽ ചിന്തിക്കാത്തത്? അൽ ഖുർആനെ അം അതല്ല അലാ ഖുലൂബിൻ ഹൃദയങ്ങളുടെ മേൽ അഖ്ഫാലുഹ അവയുടെ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താണ് ഖുർആനെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല ഹൃദയങ്ങളിൽ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ? തൊട്ട് മുമ്പത്തെ ആയത്തിൽ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചതും ചെവികൾക്ക് ബധിരത ബാധിച്ചതും ആണ് പറഞ്ഞത്. ഫഅസമ്മഹും വഅഅമ അബ്സാറഹും. അപ്പോ ചിന്തിക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച്, ചിന്തകൾ വരാത്തതിനെ സംബന്ധിച്ച് ആക്ഷേപിച്ചതാണ് അവർ. കാണുകയും കണ്ട കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അതുപോലെ കേട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക, പഠിക്കുക, എന്നിട്ടും അത് ബോധ്യമായത് ഉൾക്കൊള്ളുകയും ചെയ്യുക. അങ്ങനെ ചെയ്യാത്തവരെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടാണ് തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത്. അതിൻ്റെ നേരെ തുടർച്ചയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന, എന്താണ് അവർ ഖുർആനെ സംബന്ധിച്ച് തദബ്ബുർ ചെയ്യാത്തത് എന്നാണ്. തദബ്ബുർ എന്ന് വെച്ചാൽ വളരെ ആഴത്തിൽ ചിന്തിക്കുക, ആലോചിക്കുക, പഠിക്കുക എന്നാണ്. തദബ്ബറ, ഈ തദബ്ബുർ എന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖുർആൻ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. എന്താണ് ചിന്തിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ഉടനീളം ഈ കാര്യം ചൂണ്ടിക്കാണിച്ചതായിട്ട് കാണാം. തദബ്ബറ എന്ന വാക്ക് 4 തവണ വന്നിട്ടുണ്ട്. ഏകദേശം അതേ അർത്ഥത്തിലുള്ള മറ്റൊരു വാക്കാണ് തദക്കറ. പിന്നെ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ തദക്കറൂൻ, യതദക്കറൂൻ, തദക്കറൂൻ, ലിയദക്കറൂൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏകദേശം 51 സ്ഥലങ്ങളിൽ വന്നതായിട്ട് കാണാം.
തദക്കറയുടെ വിവിധ രൂപങ്ങൾ. അതുപോലെ യഫ്ഖഹൂൻ, അതും അത് ചിന്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അത് 17 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. തഫക്കറ സമാന അർത്ഥത്തിലുള്ള മറ്റൊരു പദമാണ്, അതും 17 സ്ഥലങ്ങളിൽ. പിന്നെ യഖിലൂൻ, ഇത് 46 സ്ഥലങ്ങളിൽ വന്നതായിട്ട് കാണാം. അപ്പൊ മൊത്തത്തിൽ 137 സ്ഥലങ്ങളിൽ ഈ ചിന്തയെ സംബന്ധിച്ച് ഖുർആൻ ആവർത്തിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ഖുർആൻ നമ്മളുടെ മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. അറബി ഭാഷയിൽ ഖുർആൻ നാം ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് എന്ന് സൂറത്ത് യൂസുഫിന്റെ ആരംഭത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പൊ ചിന്തിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ചിന്തിക്കാത്തവരെ സംബന്ധിച്ച് ആയത്തുകൾ അന്ധമായിട്ട് ഉൾക്കൊള്ളുന്നതിനെ സംബന്ധിച്ച് മോശമായിട്ട് പ്രതിപാദിച്ചതും കാണാം. സൂറത്തുൽ ഫുർഖാൻ 73-ാമത്തെ ആയത്ത്, വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഅമ്യാന. നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ അന്ധന്മാരായും ബധിരന്മാരായും അതിൻ്റെ മേലെ വീഴുകയില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വിശദീകരിക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ പരമകാരുണികന്റെ പ്രത്യേകമായിട്ടുള്ള അടിമകളുടെ പ്രത്യേകതകൾ. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? ആയത്തുകൾ കേട്ടാൽ കണ്ണും പൂട്ടി വീഴുകയില്ല, മറിച്ച് അവർ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരാണ് എന്നാണ്. അപ്പൊ ചിന്ത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അന്ധമായിട്ട് നിങ്ങളങ്ങട്ടും വിശ്വസിച്ചുകൊള്ളൂ എന്നല്ല പറയുന്നത്. ചിന്തിക്കുകയും, മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്, അവന്റെ ചിന്തക്കും പരിമിതികളുണ്ട്, സ്വാഭാവികമാണ്. അങ്ങനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളുടെ ചിന്ത എത്താത്ത മേഖലകളുമുണ്ട്. പക്ഷേ ചിന്ത എത്തുന്ന മേഖലകളിൽ വ്യക്തമായി അതിനെ സംബന്ധിച്ച് പഠിക്കാനും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല 137 സ്ഥലങ്ങളിൽ ഈ കാര്യം പറയുന്നുണ്ട്. ബുദ്ധിയുള്ളവരാണ് അങ്ങനെ ചിന്തിക്കുക. ആലി ഇമ്രാൻ 7. അതുപോലെ വിവരമുള്ളവരാണ് അള്ളാഹുവിന് ശരിക്ക് ഭയപ്പെടുക, ഫാത്തിർ 28. പണ്ഡിതന്മാരാണ് അതിനെ സംബന്ധിച്ച് ചിന്തിക്കുക, അങ്കബൂത്ത് 43 എന്നൊക്കെ കൃത്യമായി ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചിന്തിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നതും ഖുർആൻ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. സൂറത്തുൽ മുൽക്ക് 10-ാമത്തെ ആയത്ത്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകത്തിന്റെ ആൾക്കാരിൽ, നരകാവകാശികളിൽ പെടുമായിരുന്നില്ല. അപ്പോ കേൾക്കാതിരിക്കുകയും കേട്ടതിനെ സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ എത്തിപ്പെട്ടത് എന്ന് നരകവാസികൾ പറയുന്ന കാര്യവും ഖുർആൻ വ്യക്തമാണ്. അപ്പോ കേൾക്കുക, ഒന്നാമത്തെ ഘട്ടം കേൾവിയാണ്. കേൾക്കാൻ തന്നെ പോകാതിരിക്കുന്ന മഹാധിക്കാരികൾ വേറെ ഉണ്ട്. ഇനി കേൾക്കുക, ആ കേട്ടത് ഒട്ടും ചിന്തിക്കാതിരിക്കുക എന്നതിന് പകരം എന്താണ് കേട്ടത്, അത് ശരിയാണോ, ന്യായമാണോ, സത്യമാണോ എന്ന് ചിന്തിക്കുക. ആ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണ്, സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ
പകർത്തേണ്ട കാര്യമാണെങ്കിൽ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഇതാണ് ഒരു നല്ല അടിമയുടെ സ്വഭാവം. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കാത്തതിനെ സംബന്ധിച്ച് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുന്ന ഒരായത്തും നമുക്ക് കാണാം. സൂറത്തുൽ ഫുർഖാൻ 30-ാമത്തെ ആയത്ത്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ പറയും, എൻ്റെ റബ്ബേ, എൻ്റെ ജനത ഈ ഖുർആനെ ചിന്തിക്കാതെ അവര് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അത് ഓതാതെ, അത് പഠിക്കാതെ, അത് ചിന്തിക്കാതെ ഒഴിവാക്കിയിട്ടിരിക്കുകയായിരുന്നു എന്ന് പരാതി പറയുന്ന ഒരു രംഗവും വിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പോ കേട്ടത് മനസ്സിലാക്കുക, കാണുന്നത് ഉൾക്കൊള്ളുക, ചിന്തിക്കുക എന്ന് പറയുന്നിടത്ത് ഇത് ഹൃദയങ്ങളാണ് അതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മനസ്സുകളാണ് അവിടെ കൊട്ടിയടക്കുന്നത് എന്നതും ഖുർആൻ സൂറത്തുൽ ഹജ്ജ് 46-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കുന്നു. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകളല്ല അന്ധത ബാധിക്കുന്നത്, കണ്ണുകൾക്കല്ല, കണ്ണ് കാണാണ്ടാകല്ല. വലാകിൻ തഅമൽ ഖുലൂബുല്ലത്തി ഫിസ് സുദൂർ, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളാണ് അന്ധത, ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ചിന്ത എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ അവരതിനെ സംബന്ധിച്ച് ചിന്തിക്കാനും അത് ഉൾക്കൊള്ളാനും ഉറ്റാലോചിക്കാനും വേണ്ടിയാണ് എന്ന് സൂറത്ത് സാദ് 29-ാമത്തെ ആയത്ത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ് ഒക്കെ തന്നെയാണ് പറയുന്നത്. അവിടെ രണ്ട് പദവും പ്രയോഗിച്ചു. ലിയദ്ദബ്ബറു, തദബ്ബറും പറഞ്ഞു, പിന്നെ തദക്കറ, വലിയ തദക്കറ രണ്ടും പറഞ്ഞു. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ ജംറ എന്നൊരു താബി വന്നിട്ട് പറഞ്ഞു, ഞാന് 3 ദിവസം കൊണ്ട് ഖുർആൻ ഖത്തം തീർക്കാറുണ്ട് എന്ന് പറഞ്ഞു. 3 ദിവസം കൊണ്ട്. അപ്പോ ഇബ്നു അബ്ബാസ് പറഞ്ഞു, റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅൻ അഖ്റഅൽ ബഖറത ഫീ ലൈലത്തിൻ ഫൗദബ്ബിറുഹാ വഉറത്തിലുഹാ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖ്റഅ കമാ തഖൂൽ. നീ പറയുന്നത് പോലെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അത് ഓതി തീർക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അത് സാവധാനത്തിൽ ഓതുകയും പഠിക്കുകയും അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും ചെയ്യലാണ്. അങ്ങനെ സൂറത്തുൽ ബഖറ ഓതി തീർക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തർക്കു തദബ്ബുരിഹി വതഫഹ്മുഹി മിൻ ഹിജ്റാനിഹി, ചിന്തിക്കാതിരിക്കലും അതിനെ സംബന്ധിച്ച് ആലോചിക്കാതിരിക്കലും ഖുർആനെ തള്ളിക്കളയുന്നതിന്റെ ഭാഗമാണ് എന്ന് ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. പിന്നെ ലിയദ്ദബ്ബറു ആയാതിഹി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ആയത്തുകളെ സംബന്ധിച്ച് അവർ ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ് എന്ന് പറഞ്ഞതിന് ഇമാം സഅദി എഴുതിയ വ്യാഖ്യാനം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹാദിഹിൽ ഹിക്മത്തു മിൻ ഇൻസാലിഹി, ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് ഈ ഹിക്മത്തിന് വേണ്ടിയാണ്, അതായത് ചിന്തിക്കാൻ. ലിയതദബ്ബറ അന്നാസു ആയാതിഹി, മനുഷ്യർ അതിനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. വയസ്തഖ്രിജു ഇൽമഹ, എന്നിട്ട് അതിലെ വിജ്ഞാനങ്ങൾ പുറത്തെടുക്കുക. വയതഅമ്മലു അസ്റാറഹ വഹിക്കമഹ, അതിന്റെ രഹസ്യങ്ങളും അതിന്റെ ഹിക്മത്തുകളും ഒക്കെ ചിന്തിക്കുക, അതിനാണ് ഇറക്കിയിട്ടുള്ളത്. ഫഇന്നഹു ബിത്തദബ്ബുരി ഫീഹി വതഅമ്മുലി ലിമആനിഹി, കാരണം ഈ ആയത്തുകൾ ചിന്തിക്കുകയും അതിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുകയും ചെയ്യുക എന്നത് വയ്യാദത്തുൽ ഫിക്രി ഫീഹ, ചിന്ത അതിൽ ആവർത്തിക്കുക, തുടർച്ചയായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുക. മറത്തൻ ബഅദ മറ, ഒന്നിനു ശേഷം മറ്റൊരു തവണ. തുദ്റക്കു ബറക്കത്തുഹു ഖൈറുഹ, അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ ബർക്കത്തും അതിന്റെ നന്മയും ലഭിക്കുക എന്ന് അദ്ദേഹം പറയാണ്. വഹാദാ യദുല്ലു അലൽ ഹസ്സി അലാ തദബ്ബുരിൽ ഖുർആൻ, ഇത്
ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കാൻ വേണ്ടിയുള്ള വലിയൊരു പ്രേരണയാണ്. വന്നഹു മിൻ അഫ്ളലിൽ അഅമാൽ, അത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽപ്പെട്ടതാണ്, പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. വൈന്നൽ ഖിറാഅത്തൽ മുസ്തമിലത അല തദബ്ബുർ, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അഫ്ളലു മിൻ സുർഅത്തി തിലാവ, പെട്ടെന്ന് ഓതി തീർക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ്. അല്ലത്തി ലാ യഹ്സുലു ബിഹാ ഹാദൽ മഖ്സൂദ്, ഈ ഉദ്ദേശം കിട്ടാത്ത നിലക്ക്, അതായത് ശരിക്ക് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാത്ത നിലക്ക് അത് ഓതി തീർക്കുക എന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ഖുർആൻ മനസ്സിലാക്കുക, ചിന്തിക്കുക, പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യം കിട്ടുന്ന, ഏറ്റവും ആവശ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ പഠിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതോട് കൂടെ തന്നെ സ്വന്തം നിലക്ക് ഖുർആന്റെ ഒരു പരിഭാഷ എടുത്തു വെക്കുകയും എന്നിട്ട് ഒരു 5-10 ആയത്ത് ദിവസേന ഒന്ന് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നതും ശ്രദ്ധിക്കണം എന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താണ്. സ്വന്തമായിട്ട് കുറച്ച് സമയം മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം നിലക്ക് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പഠിക്കുകയും അതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പഠിക്കുകയും അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും ചെയ്യണം. അത് വളരെ ബർക്കത്തുള്ള ഒരു കാര്യമാണ്. ഖുർആനുമായി നമ്മളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ അത് തീർച്ചയായും സഹായകമാകും. ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ ദാത്തുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഹബിലാണ്. ഹബിൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്, ഒരു കയറാണ്. അപ്പൊ ഖുർആനുമായി അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാം, അതുമായി ബന്ധപ്പെടുക, ചിന്തിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ വിജയത്തിൻ്റെ നിദാനമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന, അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.